നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേർന്ന ICC മീറ്റിംഗ് തീരുമാനമെടുക്കും എന്ന് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയതാണ്. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ESPN, ക്രിക്കിൻഫോയും ക്രിക്ബസും ഒക്കെ മീറ്റിങ്ങിലെ കാര്യങ്ങൾ പുറത്തു വിട്ട് കഴിഞ്ഞു. അതായത് ഇന്ന് ICC ബോർഡ് മീറ്റിംഗ് വളരെ കുറഞ്ഞ സമയം മാത്രമേ ചേർന്നുള്ളൂ. വെറും 15 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ താഴെ സമയം മാത്രമേ ചേർന്നിട്ടുള്ളൂ. ചാമ്പ്യൻസ് ട്രോഫി എവിടെ നടത്തുമെന്ന കാര്യത്തിൽ ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, PCBയോട് അവർക്കാണ് ഇപ്പോൾ ഹോസ്റ്റിംഗ് റൈറ്റ് ഉള്ളത്. കുറച്ചുകൂടി വർക്കബിൾ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അലോങ് വിത്ത് ICC ആൻഡ് BCCI ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഒരു ഫൈനൽ ഡിസിഷൻ ഈ വീക്കെൻഡിൽ തന്നെ, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഫൈനൽ ഡിസിഷൻ ICC എടുക്കും എന്നാണ് ഇതിലിപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. ESPN ക്രിക്കിൻഫോ മനസ്സിലാക്കിയതനുസരിച്ച് ബോർഡ് മീറ്റിംഗ് വളരെ കുറഞ്ഞ സമയം, ലെസ് ദാൻ 15 മിനിറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ തീരുമാനിച്ചിരിക്കുന്നത് PCB, BCCI, ICC ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു ഫൈനൽ തീരുമാനം, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനൽ തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അധികം വൈകാതെ തന്നെ ഇതിലൊരു തീരുമാനം വരുമെന്നും അത് ഇന്ത്യ ഗവൺമെൻറ്റിനും പാകിസ്ഥാൻ ഗവൺമെൻറ്റിനും അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം എന്നുള്ളതാണ് ICC ബോർഡ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇന്നത്തെ മീറ്റിങ്ങിന് 12 ഫുൾ മെമ്പർ കൺട്രീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും 3 തരത്തിലുള്ള അജണ്ടകൾ വെച്ചിരുന്നു. ഒന്ന്, ഒരു ഹൈബ്രിഡ് ഓപ്ഷൻ, അതായത് മെജോറിറ്റി മത്സരങ്ങൾ പാകിസ്ഥാനിൽ തന്നെ നടത്തുകയും ഇന്ത്യ ഇൻവോൾവ് ആയിട്ടുള്ള മത്സരങ്ങൾ ഔട്ട്സൈഡ് പാകിസ്ഥാനിൽ നടത്തുകയും, ഇതാണ് ഹൈബ്രിഡ് മെത്തേഡ്. അത് പ്രപ്പോസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ പിന്നെ എൻറ്റയർലി ടൂർണമെൻറ്റ് പാകിസ്ഥാന് പുറത്തേക്ക് മാറ്റുക, പക്ഷേ PCBക്ക് തന്നെ അതിൻ്റെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു സൊല്യൂഷനായിട്ട് വെച്ചിരുന്നത്. ഇനി അതല്ലെങ്കിൽ ദി എൻറ്റയർ ഇവൻറ്റ് ഈസ് പ്ലേഡ് ഇൻ പാകിസ്ഥാൻ ബട്ട് വിത്തൗട്ട് ഇന്ത്യ, ഇന്ത്യ ഇല്ലാതെ മുഴുവൻ മത്സരങ്ങളും പാകിസ്ഥാനിൽ നടത്തുക. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി അങ്ങനെ നിൽക്കുകയാണ്. BCCI പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യൻ ടീമിന് ഇന്ത്യ ഗവൺമെൻറ് അനുവാദം നൽകില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ ഒരു അൺസർട്ടനിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇതിൽ ഫൈനൽ തീരുമാനം വരും. വീണ്ടും ICCയുടെ ബോർഡ് മീറ്റിംഗ് കൂടും എന്നാണ് ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ റിപ്പോർട്ട്. അതോടൊപ്പം ചാമ്പ്യൻസ് ട്രോഫിക്കും മറ്റ് വരുന്ന ഏകദിന മത്സരങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇന്ന് ടീം ഇന്ത്യയുടെ ഒരു പുതിയ ജേഴ്സി പുറത്തുവിട്ടിട്ടുണ്ട്. ജേഴ്സിയുടെ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതാണ് ഈ വരാൻ പോകുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ ധരിക്കാൻ പോകുന്ന ജേഴ്സിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.